പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ ബ്രോൺ ബ്രേക്കറിന് വലിയ രീതിയിലുള്ള കഴുത്തിന് ഇഞ്ചുറി പറ്റി എന്നത് തോന്നിപ്പിച്ച രീതിയിലുള്ള ഒരു അപകടം നേരിടുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ബ്രോൺ ബ്രേക്കറിന് എന്താണ് സംഭവിച്ചത്? ബ്രോൺ ബ്രേക്കർ മത്സരം സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും മത്സരം കഴിഞ്ഞിട്ടും ബ്രോൺ ബ്രേക്കറിൻ്റെ കഴുത്തിന് പരിക്കുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേദനയുണ്ട് എന്നുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രോൺ ബ്രേക്കറിൻ്റെ നിലവിലെ ഒരു ഇഞ്ചുറി സ്റ്റാറ്റസ് ബ്രോൺ ബ്രേക്കറിന് പരിക്ക് കാര്യപ്പെട്ടതൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ തലയും കുത്തി വീണത് അത് കഴുത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബ്രോൺ ബ്രേക്കർ ആ ഒരു പരിക്ക് പറ്റിയ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ആ കേജിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് റഫറിയും ഡോക്ടേഴ്സും വന്നിട്ട് ബ്രോൺ ബ്രേക്കറിനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ പ്ലാൻ ചെയ്തത് എന്താണോ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. കാരണം ബ്രോൺ ബ്രേക്കർ ആയിരുന്നു ആ മെൻസ് വാർ ഗെയിംസിൽ ടീം ബ്രോക്ക് ലെസ്നറിന് വിജയം നേടിക്കൊടുക്കേണ്ട റെസ്ലർ. അദ്ദേഹം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ പങ്കിനെ പിൻ ചെയ്തിട്ട് ബ്രോക്കിൻ്റെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിന് വലിയ രീതിയിൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള സ്റ്റോറി ലൈനുകളാണ് അവർ വാർ ഗെയിംസിൽ തയ്യാറാക്കിയത്. ഇനി വരുന്ന റോ എപ്പിസോഡുകളിലും അത്തരത്തിൽ തന്നെയാണ് അവർ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിന് അപകടം വലിയ രീതിയിൽ സംഭവിച്ചു. പക്ഷേ വലിയ പ്രശ്നങ്ങളില്ലാതെ ബ്രോൺ ബ്രേക്കർ അവിടെ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു വരുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലും ഇനി വരാൻ പോകുന്ന ഷോകളിലും ബ്രോൺ ബ്രേക്കറിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അദ്ദേഹത്തിന് കൂടുതൽ പുഷ് കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈനുകൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിയുന്നതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത്, വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ളത് പോൾ ഹേമൻ്റെ കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ ആണ്. അതായത് ഈ ഷോ അവസാനിച്ചു, പോസ്റ്റ് ഷോയും അവസാനിച്ചു. പോൾ ഹേമനും ലോഗൻ പോളും ഒക്കെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഒരു കൊച്ചു ആരാധകൻ പോൾ ഹേമൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. സെക്യൂരിറ്റിയെ ഒന്നും വകവയ്ക്കാതെ സെക്യൂരിറ്റിയെ എല്ലാം മാറ്റിക്കൊണ്ട് ആ കൊച്ചാരാധകൻ പോൾ ഹേമൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പോൾ ഹേമൻ ആ കൊച്ചാരാധകനെ തള്ളുന്നുണ്ട്. ആ തള്ളുന്ന കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ വലിയ രീതിയിൽ വൈറലായി. അപ്പോൾ എല്ലാ ന്യൂസ് ഔട്ട്ലെറ്റുകളും അത് റിപ്പോർട്ട് ചെയ്തു. പോൾ ഹേമൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും പോൾ ഹേമനെ വലിയ കുറ്റക്കാരനാക്കിയിട്ട് അതിൽ ഒരു പ്രതി പോലെ അവർ ചേർക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അവർ കൃത്യമായി ഫാൻസിനെ ഈ ടാലൻസ് അതുപോലെ തന്നെ മാനേജേഴ്സ് അവരുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്താത്തത് കൊണ്ട് തന്നെ ആ കൊച്ചാരാധകൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നതും അത് ഇഷ്ടപ്പെടാത്ത പോൾ ഹേമൻ ആ കുട്ടിയെ ഒന്ന് തള്ളുന്നതുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പോൾ ഹേമൻ്റെ കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ വലിയ വൈറലായപ്പോൾ TMZ പോലെയുള്ള ന്യൂസ് ഔട്ട്ലെറ്റുകൾ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ WWE ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പോൾ ഹേമനെതിരെയുള്ള നടപടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ പോൾ ഹേമന് എതിരെ യാതൊരുവിധ പ്രശ്നവും മാനേജ്മെൻറ്റിനോ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ടീമിനോ ഇല്ല. പോൾ ഹേമൻ ഇങ്ങനെ ചെയ്തതിനോട് അവർക്ക് യാതൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല. പോൾ ഹേമൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. മറിച്ച് സെക്യൂരിറ്റീസിൻ്റെ ഇടയിൽ വന്ന ആ ഒരു പ്രശ്നം അത് നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് സെക്യൂരിറ്റീസ് അവരുടെ റോള് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞ് സെക്യൂരിറ്റീസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ അവരെ നോക്കുന്ന സൂപ്പർവൈസേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ പങ്കുവെക്കുന്നത്. എന്തായാലും പോൾ ഹേമൻ്റെ ഈ കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ഈ കൊച്ചു കുട്ടിയെ തള്ളിയിടുന്ന അല്ലെങ്കിൽ തള്ളി മാറ്റുന്ന ഈ ഒരു വീഡിയോ ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് എന്നല്ല മറ്റ് സ്പോർട്സ് മേഖലയിലും വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ പങ്കുവെക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസ് റെസൽമേനിയ 42 മെയിൻ ഇവൻറ്റുകളെ സംബന്ധിച്ചുള്ള വലിയൊരു ടീസർ നമുക്ക് നൽകുമെന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പോൾ ഹേമന് വലിയൊരു ഹൈപ്പ് ഈ ഒരു മെൻസ് വാർ ഗെയിംസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹൈപ്പിനെത്തിയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് റെസൽമേനിയ 42 റോമൻ റെയിൻസ് ഒരിക്കൽ കൂടി നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും റെസ്ലിംഗ് ഒബ്സർവറായ ഡെയ്വ് മെൽസറിൻ്റെ പുതിയ റിപ്പോർട്ടിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. CM പങ്കിന് കൈ കൊടുത്തുകൊണ്ട് റോമൻ റെയിൻസ് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേപോലെ കോഡി റോഡ്സിനും കൈ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കോഡി റോഡ്സ് അദ്ദേഹം ഒറ്റക്കാലിൽ നിന്നോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം എഴുന്നേറ്റ് വരുന്നു. എന്നിട്ട്
റോമൻ റിയൻസുമായി കോഡി റോഡ്സ് ഒരു ഫേസ് ടു ഫേസ് ചെറിയൊരു വാക്ക് തർക്കം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. വാക്ക് തർക്കം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്നല്ലെങ്കിലും അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടാത്ത പോലെ ഒരു സംസാരം അവർ നടത്തുന്നുണ്ട്. അവസാനം റോമൻ റിയൻസ് കോഡി റോഡ്സിനോട് പറയുന്നത്, ഇനി നിന്നെയുമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ടീം മാച്ചിന് ഇറങ്ങില്ല, ഇത് നമ്മളുടെ അവസാനത്തെ ഒരു ടാഗ് ടീം മത്സരമാണ്, ഇനി നമ്മൾ ടീമാകില്ല എന്നുള്ളത് റോമൻ റിയൻസ് ഉറപ്പ് പറയുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, CM പങ്കുമായിട്ടുള്ള പ്രശ്നം റോമൻ റിയൻസ് പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിലവിൽ CM പങ്കുമായിട്ടുള്ള ഒരു പ്രശ്നം അവസാനിപ്പിച്ച രീതിയിലാണ് ഉള്ളത്. റോമൻ റിയൻസും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർ അത് പുനരാരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിലാണ് വാർ ഗെയിംസ് അവർ അവസാനിപ്പിച്ചത്. ആ ഒരു എൻഡിങ് പല കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പേഴ്സണലി എനിക്കും അത്തരത്തിലുള്ള ഒരു എൻഡിങ് അല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. കുറച്ചും കൂടി സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു. എന്തായാലും കുഴപ്പമില്ല. ഇവരുടെ മൂന്നാമത്തെ മത്സരം എന്തായാലും ഒരു മണി മാച്ചാണ്. ആരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പനിയുടെ ടോപ്പ് റെസ്ലർ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മത്സരമാക്കിയിട്ട് അവർക്ക് റെസ്ൽമേനിയ 42 അത് നടത്താൻ സാധിക്കും. മറ്റൊന്ന്, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള മത്സരം റെസ്ൽമേനിയ 42 പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും റെസ്ലിംഗ് ഒബ്സർവർ പങ്കുവെക്കുന്നു. അതിന് പ്രകാരമാണ് ബ്രോൺ ബ്രേക്കർ CM പങ്കിനെ പിൻ ചെയ്തിട്ട് മത്സരം അവസാനിപ്പിച്ചത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടീസർ പോലെയായിരുന്നു തുടക്കത്തിലെ പങ്കും ബ്രോൺ ബ്രേക്കറും ഏറ്റുമുട്ടുന്നതിലൂടെ മെൻസ് വാർ ഗെയിംസ് മത്സരം ആരംഭിച്ചത് എന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രോൺ വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള സ്റ്റോറി അതെന്തായാലും ഒരു ഫ്രഷ് സ്റ്റോറിയാണ്. റോമൻ റിയൻസും കോഡി റോഡ്സും തമ്മിലുള്ള മത്സരം നടക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും റെസ്ൽമേനിയ 42 രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റോമൻ റിയൻസിൻ്റെ പ്ലാനുകളെ സംബന്ധിച്ചും റെസ്ൽമേനിയ 42 പ്ലാനുകളെ സംബന്ധിച്ചും നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.